ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ ജഗദീഷ് മോഹൻലാൽ സിനിമകളിൽ ഇപ്പോൾ അധികം കാണാറില്ല. അവരൊരുമിച്ചായിരുന്നു, അവർ ടീമായിരുന്നു, ഒരു സംഘമായിരുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ. പ്രൊഫസർ ജഗദീഷ് അത്യാവശ്യ സിനിമകളിലേ ഇപ്പോൾ അഭിനയിക്കുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമായി സംസാരിക്കുന്ന, അതിൽ നർമ്മരസം കലർത്തുന്ന ഒരാളാണ് ജഗദീഷ് എന്നാലോചിക്കണം. ഞങ്ങൾ പരിചയപ്പെട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ അന്നും ഇന്നും ജഗദീഷിൽ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരാൾ അങ്ങനെ കുറ്റം പറയും എന്നോട് പറഞ്ഞിട്ടില്ല. വാർത്തകൾ പറയാറുണ്ടെങ്കിലും ഒരു കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ മദ്യപിക്കാറില്ല. പലരും അത്ഭുതപ്പെട്ടു പോകും. ജഗദീഷിൻ്റെ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ നല്ലൊരു മദ്യപാനിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇന്നേ വരെ ആ മനുഷ്യൻ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി രഹസ്യമായി കഴിക്കുന്നുണ്ടോ എന്ന് അത് നേരിട്ട് ചോദിക്കുന്നതാണ് നല്ലത്. വളരെ സജീവമായി. കാരണം ജഗദീഷിനെ മിക്കവരും കാണുന്നത് ഒരു കോമഡി നടൻ, അതിന് വളിപ്പ് പറയുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. എന്നാൽ അടിസ്ഥാനപരമായി നാടകം കലയാക്കി മാറ്റിയ, നാടകത്തിൻ്റെ അടവുകൾ പഠിച്ച ഒരു കലാകാരനാണ് ജഗദീഷ് എന്നാലോചിക്കണം. എത്ര പേർക്കറിയാം? വയലാ വാസുദേവൻ പിള്ള, ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള ഒരു ശിഷ്യൻ കൂടിയാണ്. അത് മാറി വാര്യസ് കോളേജിലാണ് ഇയാൾ M.Com പഠിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, ജഗദീഷ്. അപ്പോൾ അന്ന് ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അതൊന്നും പോയില്ല. പക്ഷേ വയലാ വാസുദേവൻ പിള്ള തൻ്റെ നാടകങ്ങളിലെ പ്രധാന വില്ലൻ നടനാക്കി, വില്ലൻ നടന ശക്തനായ വില്ലൻ തന്നെ ആക്കി അവതരിപ്പിച്ചു എന്നാലോചിക്കണം. ആ നാടകം കണ്ടവരൊക്കെ ഈ ജഗദീഷിൽ വലിയ നടനിലുള്ള പ്രതീക്ഷയുണ്ടായവരായിരുന്നു. പക്ഷെ ആ ഒരു കളരി, അന്നത്തെ നാടക കളരി ഏറെ ഗുണം ചെയ്തു. അതിനിടയിലാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ആദ്യം കിട്ടിയത് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റാണ്. അപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിക്കാമായിരുന്നു, മദ്രാസിലേക്കല്ലേ പോകുന്നത്, ട്രെയിൻ ഇന്ന് പുറപ്പെട്ടു നാളെയല്ലേ എത്തുള്ളൂ, മറ്റൊരു 3/4 മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ കൊണ്ട് എത്തില്ലേ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ജഗദീഷ് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ എനിക്ക് പ്രൊഫസറാണെന്നുള്ള പരിഗണനയും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റും കിട്ടിയില്ലേ, എന്നാൽ നമ്മുടെ മോഹൻലാലും നിർമ്മാതാവ് സുരേഷ് കുമാറും കൂടി ഇവിടുന്ന് ചെന്നൈയിലേക്ക് അന്ന് പോയത് ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണെന്ന് ആലോചിക്കണം. അന്നത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കൽക്കരിയിലോടുന്ന തീവണ്ടിയായിരുന്നു ആലോചിക്കണം അന്ന്. ഇവിടെ നിന്ന് പിറ്റേ ദിവസം ചെന്നൈയിലെത്തുമ്പോൾ കരിപുരണ്ട ജീവിതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്ന പോലെ ആയിരുന്നു ആലോചിക്കണം. അപ്പം ഞാനാണോ ലാലാണോ മിടുക്കൻ എന്നറിയാതെ ചോദിച്ചു പോയി. അപ്പോൾ മറ്റുള്ളവരെ കമൻറ്റ്, അത് അന്നത്തെ കാലം. അന്ന് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ട്രെയിൻ കയറിയെങ്കിൽ ഇന്ന് ലാലിൻ്റെ ഒപ്പം നിങ്ങൾ നോക്കുമ്പോൾ ലാൽ ഇന്ന് വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജഗദീഷ്, ഞാനിതൊക്കെ തമാശയ്ക്ക് പറയുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, അവരെ സംബന്ധിച്ച് സിനിമയിലൊരു ത്യാഗത്തിൻ്റെ ആവശ്യമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. നേരെ പലരും വരുന്നത് തന്നെ വലിയ കാറിലാണ് വരുന്നതെന്ന് ആലോചിക്കണം. സ്വന്തം കാർ ഓടിച്ച് വന്ന് ചെറിയ റോളായെങ്കിൽ അഭിനയിച്ച് പോകുമെന്ന് ആലോചിക്കണം. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു കാറ് വാങ്ങണമെങ്കിൽ, സിനിമയിൽ അഭിനയിച്ച് കാറ് വാങ്ങണമെങ്കിൽ എത്രയോ സിനിമകളിൽ അഭിനയിക്കണമായിരുന്നു. അപ്പോൾ ചോദിക്കും, കൃത്യമായിട്ട് പണം കിട്ടാറില്ലേ? സിനിമയിൽ അഭിനയിക്കുമ്പോൾ പലർക്കും കൃത്യമായിട്ട് പണം കിട്ടിയിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. ഇന്ന് പിന്നെ സിനിമാ സംഘടനകളുണ്ട്.
ആ സംഘടന ഇടപെട്ടുകൊണ്ട് കുറേ രൂപ വാങ്ങിക്കൊടുക്കാമെങ്കിലും വ്യക്തമായ ഒരു എഗ്രിമെൻ്റ് ഇപ്പോഴും ഇല്ല. എഗ്രിമെൻറ്റിന് വേണ്ടി സിനിമാ സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ട്. അത് നിർമ്മാതാക്കളുടെ സംഘടനയായാലും സംവിധായക സംഘടനയായാലും ഒക്കെ സമരം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. കേരളം കുറേ ദിവസങ്ങളോളം സ്തംഭിപ്പിച്ചതാണ് മലയാള സിനിമയെ. അപ്പോൾ അതൊക്കെ എഗ്രിമെൻ്റ് വ്യവസ്ഥ പ്രകാരം നടക്കണമെന്നൊരു തീരുമാനമുണ്ടായി ചിലർ എഗ്രിമെൻ്റ് വയ്ക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ നിഷേധിക്കുന്നില്ല. അപ്പം അങ്ങനെ സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ ചോദിച്ച പോലെ, അതായത് മോഹൻലാലിൻ്റെ മിക്ക സിനിമകളിലും ഈ 90% സിനിമകളിലും ജഗദീഷ് ഉണ്ടായിരുന്നു. ചില സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. നല്ല സിനിമകൾക്ക് കുറേ ഓടിയ മമ്മൂട്ടി സിനിമകൾക്ക് പോലും എഴുതിയിട്ടുണ്ട്. മണിപത്തൂരിൽ 1000 ശിവരാത്രികൾ കഥ എഴുതിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ എത്രയോ സിനിമകൾക്ക് ജഗദീഷ് കഥ എഴുതി. അതുമാത്രമല്ല, ജഗദീഷ് പിന്നണി പാടിയിട്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം മുമ്പ് ഏഷ്യാനെറ്റിലോ മറ്റൊരു പ്രോഗ്രാം തുടർച്ചയായി ജഗദീഷിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് തുടക്കത്തിൽ പാട്ട് പാടുന്നത് ജഗദീഷാണ് ആയിരിക്കണം. അപ്പോൾ പാട്ടുകാരനാവുക എന്നൊരു ക്രൈസായിരുന്നു. അല്ലെങ്കിൽ അഭിനയം പോലെ തന്നെ താനൊരു പിന്നണി ഗായകനാകണം എന്നൊരു ക്രൈസായിരുന്നു. അന്ന് നമ്മൾ ആ പാട്ടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നത്, എൻ്റെ കൂടെ പാടിയത് ചിത്ര എന്ന ഗായികയാണെന്ന് ആലോചിക്കണം. ആ ചിത്രയോടൊപ്പമാണ് ഞാൻ പാടിയത്. അപ്പോൾ എൻ്റെ പാട്ട് ഒരിക്കലും മോശമാകില്ല. അങ്ങനെ പാട്ടുകാരനായി, എഴുത്തുകാരനായി, അഭിനേതാവായി നിൽക്കുന്ന ജഗദീഷിൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നിനി സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണത്. പക്ഷേ കാലം മറ്റൊരു രീതിയിലേക്കാണ് അയാളെ കൊണ്ടുപോകുന്നത്. കുറേ അഭിനയിച്ചു, ചാനലുകളിൽ ആങ്കറായി, അവതാരകനായി, പ്രോഗ്രാമുകൾ ചെയ്തു. പിന്നെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇതുകൊണ്ട് മാത്രമല്ല നേടിയത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ നടനാണെങ്കിലും നിങ്ങളുടെ യാത്രകൾ, കലാപരിപാടികളെല്ലാം ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെയാണല്ലോ എന്ന്. ശരിയാണ്. ഞാൻ ഉണ്ടാക്കിയ സ്വത്തിൻ്റെ ഒരു പകുതിയോളം കിട്ടിയത് ഇത്രയും യാത്രകളും കലാപരിപാടികളും അവതരിപ്പിച്ചിട്ടാണ്. അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ജഗദീഷ് പറഞ്ഞു. ആ ജഗദീഷിനോട് തിരിച്ച് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എന്നാണ് ഇനിയൊരു നല്ല റോള് കിട്ടുക? അപ്പോൾ ജഗദീഷ് പറഞ്ഞത്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരോ സംവിധായകരോ എനിക്കൊരു നല്ല റോള് തരട്ടെ. ഈ റോള് ഞാൻ വിജയിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ സർവ്വനഷ്ടവും കൊടുക്കാൻ തയ്യാറായി എൻ്റെ കൂടെയുണ്ട്. അത് സത്യമാണ്. കാരണം ജഗദീഷ് നല്ല നടനാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷേ വലിയ ഹൈറ്റിലുള്ള കഥാപാത്രം കിട്ടിയില്ലെങ്കിലും ജഗദീഷിൻ്റെ രീതിക്കനുസരിച്ചുള്ള ഉയരത്തിനും തടിക്കുമനുസരിച്ചുള്ള കഥാപാത്രം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിന് വൈകി കിട്ടിയ ഒരു അപാര നടൻ ജഗദീഷ് എന്ന് നമ്മൾ പറയുന്ന യാതൊരു സംശയവും ഉണ്ടാവില്ല. കിട്ടുമായിരിക്കാം. കാരണം ജഗദീഷ് എപ്പോഴും ശുദ്ധാബ്ദി വിശ്വാസമുള്ള ആളാണ്. നല്ല മനസ്സുണ്ട്. അതായത് എന്ത് അപകടം വരുമ്പോൾ പോലും അതിനെ പുല്ലാക്കി മാറ്റിക്കൊണ്ട് മനോധൈര്യം കൊണ്ട് നേരിട്ട ഒരു നടനാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള നടൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞ്, ഞാൻ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് സന്തോഷം നൽകും. ആ കാത്തിരിപ്പിനിടയിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ വരും. ഒന്നും ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷെ അക്കൂട്ടത്തിൽ ഒരു ബമ്പർ ഹിറ്റ് പോലെ, ബമ്പർ ലോട്ടറി പോലെ, ഒരു വലിയ ലോട്ടറിയായി ഒരു നല്ല കഥാപാത്രം എന്നെ തേടിയെത്തും. അത് ദേശീയമോ സംസ്ഥാനമോ ആയ അവാർഡുകൾ നേടുന്ന തരത്തിലായിരിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, അങ്ങനെയുള്ള റോളുകളുമായി ആരെങ്കിലും എന്നെ സമീപിക്കുമോ? ഞാൻ റെഡി.